കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. 71,831. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,000. കഴിഞ്ഞ വർഷത്തെ എണ്ണം 68,604 കഴിഞ്ഞ വർഷം 68,604. ഞാൻ എഴുതാൻ എളുപ്പത്തിന് അക്കങ്ങൾ പറയുമായിരുന്നു, പക്ഷെ പറഞ്ഞ വേറെ പ്രശ്നമാണല്ലോ. വർധനവ് 3,227. 3,227. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 94. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 66. വിജയ ശതമാനം 70.21%. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 24. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 14. വിജയ ശതമാനം 58.33%. SSLC പരീക്ഷയിൽ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം. (99.92%). വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. 99.08%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല. 100%. വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ. 99%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. 4,934 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷവും 4,934. കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു. 4,856 വിദ്യാർത്ഥികളാണ് അന്ന് A+ കിട്ടിയത്. ഗൾഫ് സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 533. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 516. വിജയ ശതമാനം 96.81%. 3 ഗൾഫ് സെന്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ദി മോഡൽ സ്കൂൾ അബുദാബി, ദി ഇന്ത്യൻ സ്കൂൾ ഫുജൈറ,
ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ. ലക്ഷദ്വീപ് സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 285. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 277. വിജയശതമാനം 97.19%. അവിടെ 100% വിജയം നേടിയ 6 സ്കൂളുകളുണ്ട്. ഷഹീദ് ജവാൻ മുത്തുക്കോയ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി, ഗവൺമെന്റ് ഹൈസ്കൂൾ ചെത്തരത്ത്, ഗവൺമെന്റ് ഹൈസ്കൂൾ അഗത്തി, ഗവൺമെന്റ് സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കൽപ്പേനി, ഗവൺമെന്റ് ഹൈസ്കൂൾ മിനിക്കോയ്, ഗവൺമെന്റ് ഹൈസ്കൂൾ കടമത്ത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ PKMM HSS എടരിക്കോട് മലപ്പുറം. വിദ്യാർത്ഥികളുടെ എണ്ണം 2085. കഴിഞ്ഞ വർഷം അവർക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 1876 ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് 5 സെന്ററുകളുണ്ട്. ഒരാൾ വീതമേ HMHSS രണ്ടാർക്കര എറണാകുളം, ഗവൺമെന്റ് HSS കുറ്റൂർ തിരുവല്ല, NSS HS ഇടനാട്, ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ HS തലശ്ശേരി, ഗവൺമെന്റ് HSS ശിവൻകുന്ന് മൂവാറ്റുപുഴ. THSLC പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 47. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 2944. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 2938. വിജയശതമാനം 99.8%. ഫുൾ A+ നേടിയവർ 534. SSLC ഹിയറിംഗ് ഇംപേർഡ് HI അതിന്റെ പരീക്ഷ മാർച്ച് 2024. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 224. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 224. 100% വിജയമാണ്. ഫുൾ A+ നേടിയവരുടെ എണ്ണം 48. THSLC ഹിയറിംഗ് ഇംപേർഡ് ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 2. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 8. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 8. വിജയം 100%. അവിടെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളില്ല. HSLC പരീക്ഷ മാർച്ച് 2024. സ്കൂളിന്റെ പേര് കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തി. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 60. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 59. വിജയശതമാനം 98.33%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം. സർക്കാർ സ്കൂൾ 892,
എയ്ഡഡ് സ്കൂൾ 1139 1139 അൺഎയ്ഡഡ് സ്കൂൾ 443 കഴിഞ്ഞ വർഷത്തേക്കാൾ 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് സ്കൂളുകൾ